എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ലൈവിൽ വരണം എന്ന് ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല. ഇന്നിപ്പോൾ എൻ്റെ കൂടെ മികയുണ്ട്. മിക ഉണ്ടാവാൻ കാരണം ഇന്ന് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു. വർക്ക് കഴിഞ്ഞ് ഇതേ വീട്ടിലേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇന്നലെയൊക്കെ നല്ലപോലെ സംസാരിച്ചിട്ടും ഒക്കെ എല്ലാവരോടും സംസാരിച്ചിട്ടും ഒക്കെ തൊണ്ടയൊക്കെ വല്ലാണ്ട് അടഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് ഇത് എങ്ങോട്ടാണ് ഈ പോക്ക് എല്ലാവരുടെയും, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? ഇപ്പോൾ കുറേ ആൾക്കാർ എന്നോട് വന്നിട്ട് പറയാണ്, ലിങ്കുകൾ എൻ്റെ പോസ്റ്റിന് താഴെ കുറേ ആളുകൾ വന്ന് ലിങ്ക് അയക്കുകയാണ്. സജിന കല്യാണം കഴിച്ചു, സീമ ഇനി എവിടെ പോയി കിടന്ന് നിലവിളിക്കും, സീമയ്ക്ക് എവിടെയും പോയി കിടന്ന് നിലവിളിക്കേണ്ട ആവശ്യമില്ല. സീമയ്ക്ക് സീമയുടെ വീട്ടിനകത്തിരുന്നാൽ മതി. എങ്ങും പോയിട്ട് നിലവിളിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കാല് പിടിക്കാനോ കൈ പിടിക്കാനോ ഒന്നും പോവേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ നിലവിളിക്കുന്നു എന്ന് പറഞ്ഞ ആൾക്കാരോട് ആയിട്ട് ഞാൻ പറയുന്ന വേറൊരു കാര്യം, ഞാൻ സജിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ എവിടെയും വീഡിയോ ഇട്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ സജിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇടുന്നത്? സജിന് ബിരിയാണി വെക്കുന്ന സമയത്ത് ഈ ഇപ്പം വിമർശിക്കുന്ന കുറേ വ്യക്തികൾ തന്നെയാണ് സജിനെ സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടത്. ഓക്കെ, അതെന്തോ ആയിക്കോട്ടെ, അതിനെ കുറിച്ച് ഞാൻ വലിയതായിട്ട് ചിന്തിക്കുന്നില്ല. വേറൊരു കാര്യം പറയാൻ വന്നത്, ഇപ്പൊ കുറെ ആളുകൾ കുറെ ലിങ്കുകൾ കൊണ്ടുവന്നിരുന്നു. സജിന നേരത്തെ കല്യാണം കഴിച്ചതാണ്. സീമ എന്ന് പറയുന്ന വ്യക്തിയും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വ്യക്തിയാണ്. സോ സീമയ്ക്ക് അറിയാം ആരൊക്കെ എന്തൊക്കെയാണെന്ന്. സജിന നേരത്തെ കല്യാണം കഴിച്ച കാര്യമൊക്കെ എനിക്കറിയാം. ഒരാളുടെ പാസ്റ്റ് ചികഞ്ഞ് അവരുടെ അച്ഛൻ ആരാണ്, അമ്മ ആരാണ്, അവരെങ്ങനെ വന്നു, ഏത് വഴി വന്നു എങ്കിൽ എൻ്റെ പാസ്റ്റ് ചികയുമ്പോൾ വളരെ മോശമല്ലാത്ത തരത്തിലുള്ള നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന നല്ലൊരു പാസ്റ്റ് എനിക്കും ഉണ്ടാവും. ഇപ്പോൾ പ്രസന്റിൽ ആ വ്യക്തി എന്താണ്, ഏതാണ് എന്നുള്ളത് വേണം ചിന്തിക്കാനായിട്ട്, എന്താണെന്ന് ആലോചിക്കേണ്ടത്. പിന്നെ നിങ്ങൾ എല്ലാവരും കുറ്റം പറയും, അങ്ങനെ സീമ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ആരെല്ലാം ഏതെല്ലാം തരത്തിൽ കബളിപ്പിക്കുന്നുണ്ട്. പിന്നെ സജിന കല്യാണം കഴിച്ച കാര്യം പറഞ്ഞിട്ട് ഒരുത്തി കിടന്ന് ഭയങ്കര അട്ടഹസിച്ച് കിടന്ന് പോസ്റ്റ് ഇടുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, അത് ചെയ്യുന്നുണ്ട്, ഇത് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ആരെയും പേരെടുത്ത് പറയണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല, പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു പോകുന്നതാണ്. ഹണി ആരോഹി, പുള്ളിക്കാരിക്ക് എന്താണ് അസുഖം, എന്താണ് പ്രശ്നം, എന്താണ് കുഴപ്പം എന്ന് എനിക്ക് അറിയത്തില്ല. പുള്ളിക്കാരി ഇങ്ങനെ ആ സജിനയുടെ പുറകെ നടന്ന് അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. പുള്ളിക്കാരി എന്താണ് എന്ന് പുള്ളിക്കാരി ഒന്ന് സ്വയം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മളൊക്കെ ഓരോരുത്തരും എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ പുള്ളിക്കാരി സജിന ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു. ഹണിയുടെ ഇപ്പോഴത്തെ പാർട്ട്ണർ ആരാണ്? ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പൊ ആരാണ്? ഒരു ട്രാൻസ്മെൻ ആണ്. ഞാൻ ആരെയും ഒരു കമ്മ്യൂണിറ്റീസിനെയോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെയോ ഒന്നും അടച്ചാക്ഷേപിച്ച് പറയുന്ന ഒന്നുമല്ല. ട്രാൻസ്മെൻ എന്ന് പറയുമ്പോഴേക്കും ശരിക്കും സ്ത്രീ ശരീരത്തിൽ നിന്നും പുരുഷനിലേക്ക് വന്ന ഒരു വ്യക്തിയാണ് ട്രാൻസ്മെൻ. ട്രാൻസ് വുമൺ എന്ന് പറയുമ്പോഴത്തേക്കും പുരുഷ ശരീരത്തിൽ നിന്നും വന്ന ഒരു സ്ത്രീ ആയിട്ടുള്ള വ്യക്തിയാണ് ട്രാൻസ് വുമൺ. ആരും ഒരിടവും എവിടവും കൊണ്ട് പെർഫെക്റ്റ് ആവുന്നില്ല. സർജറി ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കവിള് മാറ്റി വെച്ചു, തല വെട്ടി ഒട്ടിച്ചു, അവിടെ മാറ്റി ഇവിടെ മാറ്റി, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഒരിക്കലും പെർഫെക്റ്റ് ആവുന്നില്ല. എല്ലാവരും അവരുടെ കുറവുകളിൽ ജീവിക്കുന്ന വ്യക്തിയാണ് ഈ ഞാനടക്കം. പല ആൾക്കാരും പലപ്പോഴായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, ഇതുപോലെ ആരോ പ്രഗ്നന്റ് ആവുന്നു, കുട്ടികൾ ഉണ്ടാവാൻ പോകുന്നു, എന്താ ഇപ്പൊ പ്രസവിക്കുമോ നാളെ പ്രസവിക്കുമോ, എനിക്ക് അറിയില്ല. ഞാൻ എവിടെ ഒരു ട്രാൻസ് വുമൺ പ്രസവിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല. ഒരു ട്രാൻസ് മെൻ പ്രസവിച്ചായിട്ട് പല രാജ്യത്ത് നടന്നായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം അവർ പെൺകുട്ടികളാണ് ആണായിട്ട് മാറിയത്. അത് കാരണം യൂട്രസ് ഉണ്ട്. ഇനി എന്റെ വയറ്റിനുള്ളിൽ എവിടെ യൂട്രസ് കുത്തി തിരുകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതുപോലെ കള്ളങ്ങളും കാപട്യങ്ങളും കാണിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങള് പലപ്പോഴായിട്ട് ഞാൻ എൻ്റെ വീഡിയോയില് എടുത്തെടുത്ത് പറഞ്ഞ കാര്യമാണ്. സജിന ആദ്യം ചെയ്ത വീഡിയോ സിൻസിയർ ആയിട്ടുള്ള വീഡിയോ ആണ്. രണ്ടാമത് ചെയ്ത വീഡിയോ അത് തെറ്റാണെന്ന് തന്നെയാണ് ഞാനും പോസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ എന്ത് കുറ്റമാണ് തെറ്റാണ് ചെയ്തത്? ഞാൻ എപ്പോഴും പറയുന്നത് അത് തെറ്റ് തന്നെയാണ്. രണ്ടാമത് ചെയ്ത വീഡിയോ തെറ്റ് തന്നെയാണ്. പക്ഷെ അത് ആരൊക്കെയോ പ്രകോപിപ്പിച്ചുകൊണ്ട് സജിന ഒരു പൊട്ടി പെണ്ണായത് കാരണമാണ് ഇത് സംഭവിച്ചത്. സജിന പെണ്ണ് കെട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ പെണ്ണ് കെട്ടിയെങ്കിൽ സജിന നാട് വിട്ടു പോയിട്ട് വേണം ഒരു ട്രാൻസ് വുമൺ ആയിട്ട് ജീവിക്കാൻ. സജിന ഈ കേരളത്തിൽ തന്നെയാണ് സജിന ജീവിക്കുന്നത്, വേറെ ഒരിടത്തും അല്ല സജിന ജീവിക്കുന്നത്, ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. എങ്കിൽ പിന്നെ ഇത്രയും നാള് ഒരു കാര്യത്തിനും ഒരു പരാതിക്കും ഒരു ഇന്റർവ്യൂവിനോ അല്ലെങ്കിൽ ഒരു കാര്യത്തിനും വരാതെ ഈ ഭാര്യ ഇപ്പൊ എവിടുന്ന് പൊട്ടി പുറപ്പെട്ടു വന്നു? ഇതൊക്കെ അതൊക്കെ മറ്റുള്ള ആൾക്കാരുടെ ക്രിയേഷൻ ആണ്. അത് മനസ്സിലാക്കുക. ഇപ്പൊ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത് എന്തിനായിരിക്കും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനുള്ള മൈൻഡ് മാത്രം മതി. ആ കുട്ടി ഇപ്പോഴും ആശുപത്രി കിടക്കുന്ന വിട്ടിട്ടില്ല. നിങ്ങൾക്ക് കാണേണ്ടത് ആ കുട്ടിയുടെ മരണമായിരിക്കാം, പല ആളുകൾക്കും കാണേണ്ടത്.
എന്തിനാണ് വെറുതെ ഈ കമ്മ്യൂണിറ്റികളെ കുത്തി നാറ്റിക്കുന്നത്? പല ആൾക്കാരും എന്നോട് ചോദിച്ചു, സീമ എന്തിനാണ് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാൻ പോകുന്നത്? സീമയ്ക്ക് എനിക്ക് മര്യാദയ്ക്ക് ഇരുന്നാൽ മതി, എനിക്ക് എന്റെ ജോലിയും ചെയ്ത് എനിക്ക് എന്റെ വീട്ടിലിരുന്നാൽ മതി, ആരുടെയും മുഖം ഒന്നും കാണണ്ട. പക്ഷെ ഞാൻ ഈ സംസാരിക്കുന്നത് മറ്റുള്ള കമ്മ്യൂണിറ്റി ഇങ്ങനെ കുത്തി 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 ഉള്ളി കിടക്കുന്ന ചെളികൾ മുഴുവൻ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. എത്ര ട്രാൻസ് വുമൻസ്, ഞാൻ ആരെയും അടച്ചാക്ഷേപിച്ച് പറയുന്നില്ല, നിന്ന് അറിയപ്പെടുന്ന എത്ര ട്രാൻസ് വുമൻസ് ട്രാൻസ് മെന്നിനോടൊപ്പം താമസിക്കുന്നുണ്ട്. അവരൊക്കെ പെർഫെക്റ്റ് ആണായിട്ടാണോ താമസിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളൊക്കെ പെർഫെക്റ്റ് പെണ്ണായിട്ടാണോ താമസിക്കുന്നത്? നിങ്ങൾക്ക് സർജറി ചെയ്താൽ എന്തൊക്കെ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. അതുപോലെ ട്രാൻസ് മെന്നിനും സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ ഈ നിങ്ങളെ കുടുംബത്തിൽ തന്നെ ഉണ്ടല്ലോ പല വ്യക്തികളും. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്വയം നിങ്ങളെ മേത്തേക്ക് ചെളിവാരി എറിയുന്നത്? ചെളിവാരി എറിഞ്ഞ് പരിഹസിക്കുന്നത് എന്തിനാണ്? സ്വയം വിഡ്ഢികളാവാതിരുന്നൂടെ? തീർച്ചയായിട്ടും ഞാൻ സത്യം പറഞ്ഞാൽ ആ കുട്ടിയുടെ ഒരു അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ സത്യം പറഞ്ഞ സീമയുടെ ലൈവിൽ ഇതുപോലെ വരണമെന്നാണ് വളരെ ആഗ്രഹിച്ചത്. എനിക്കിവിടെ പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യം, സജിന വിവാഹം കഴിച്ചതാണോ കുറ്റം, അല്ലെ ഒരു സ്ത്രീയുമായി ജീവിച്ചതാണോ, അതായത് സെക്ഷുവലായിട്ട് സ്ത്രീയുമായി ബന്ധപ്പെട്ടതാണോ കുറ്റം? ഈ രണ്ട് കാര്യങ്ങളാണ്. അതായത് വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് ഒരു കുറ്റകരമാണോ? ഒരു ട്രാൻസ് നമുക്ക് പറയാം, ട്രാൻസ് ഇവിടെ വിസിബിൾ ആവുന്നതിന് മുമ്പ്, അതായത് നമ്മളെ കേരളത്തിൽ ട്രാൻസ്ജെൻഡേഴ്സ് ബില്ല് പാസ്സാക്കുന്നതിന് മുമ്പ് പല വ്യക്തികളും ഇവിടെ തന്നെയാണ് ജീവിച്ചിരുന്നത്. ഇപ്പോഴും പല വ്യക്തികളും. അന്നൊക്കെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ് ഇട്ട് ധരിച്ച് അല്ലെങ്കിൽ ഒരു പെൺവേഷത്തിൽ ധരിച്ച് വെളിയിലോട്ട് ഇറങ്ങണമെങ്കിൽ ഒന്നേ കുറ്റംകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ പോകണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവന്റുകൾക്ക് പോയി. ഇന്ന് ഈ വിസിബിലിറ്റി കിട്ടിയത് ഞങ്ങൾക്ക്, ഈ വിസിബിലിറ്റി ഉണ്ടാക്കിയെടുത്തതിന് പിന്നിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ അമ്മയും കൊച്ചമ്മയും കുഞ്ഞമ്മമാരെന്നല്ല ഈ വിസിബിലിറ്റി കൊണ്ടുവന്നത്. ഈ വിസിബിലിറ്റി ഞാൻ പോലും അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടില്ല. ഞാനൊക്കെ ഇപ്പൊ ഈ അടുത്താണ് ഇത് ഓരോ കാര്യത്തിനും ഇറങ്ങുന്നത്. ഞാൻ പോലും പോയിട്ടില്ലാത്ത ഇതിന് പിന്നിൽ പ്രവർത്തിച്ച അനേക ആൾക്കാരുണ്ട്. അവരെ കൊണ്ടുവന്ന വിസിബിലിറ്റിയാണ് നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങൾ പരസ്പരം ചെളിവാരി എറിഞ്ഞ് ഒറ്റ നിമിഷം കൊണ്ട് സമൂഹത്തിൽ കിട്ടിയ ഈ വിസിബിലിറ്റി നശിപ്പിച്ചു കളഞ്ഞത്. ഇതൊക്കെ എവിടെ കൊണ്ടുവന്ന് വെക്കാനാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ക്രൂരതകളും ഈ കാര്യങ്ങളൊക്കെ, ഈ ഉണ്ടാക്കിയെടുത്ത ഈ കാര്യങ്ങളൊക്കെ? ധാരാളം ഞാനും എന്റെ നാട്ടിലും എന്റെ വീട്ടിലും ഒക്കെ കേട്ടിട്ടുണ്ട്. ശാന്തുപെട്ട് 9 അക്കച്ചി പെണ്ണാളൻ എന്നൊക്കെ ഞാനും കേട്ടിട്ട് തന്നെയാണ് ഈ നിലയിൽ ഇവിടെ നിൽക്കുന്നത്. ഞാനല്ലാതെ പൊട്ടി മുളപ്പിച്ചെടുത്തത് എല്ലാ അവയവങ്ങളോടും കൂടി വന്നതല്ല പെണ്ണായിട്ട്. ഞാനും ആദ്യം നല്ലൊരു പുരുഷനായിട്ട് തന്നെയാണ് ജനിച്ചത്. എന്റെ ഹോർമോൺസും എന്റെ ബോഡിയിൽ ഉണ്ടായ മാറ്റങ്ങളും ഒക്കെ കാരണമാണ് എനിക്ക് പുരുഷനായി ജീവിക്കാൻ കഴിയില്ല, എനിക്കൊരു പെണ്ണായി മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ എന്ന് വെച്ചിട്ട് ഞാൻ പെണ്ണായി മാറിയത്. അല്ലാതെ എനിക്ക് കടിയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോന്നല്ല ഞാൻ പെണ്ണായി മാറിയത്. എന്റെ മനസ്സിനും എന്റെ ശരീരത്തിനും ഒരിക്കലും ഒരു പുരുഷനായി യോജിച്ചു പോകാൻ കഴിയില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ്. എന്തിനാ പരസ്പരം ഇങ്ങനെ എന്തിനാണ് ചെളിവാരി തേക്കുന്നത്? നിങ്ങളൊക്കെ എന്താണെന്നും നിങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നതെന്നും നിങ്ങളൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എല്ലാ വ്യക്തികൾക്കും അറിയാം ഈ കമ്മ്യൂണിറ്റിയിലുള്ളത്. പിന്നെ നിങ്ങൾ തന്നെ ഷെയർ ചെയ്ത് അങ്ങനെ കല്യാണം കഴിച്ചതാണ്, ഇങ്ങനെ കല്യാണം കഴിച്ചതാണ്. നിങ്ങളെ വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് ഇപ്പം ആ സമയത്ത് സജിന വിവാഹം കഴിച്ച ഒരു പുരുഷനായി ഇരുന്നപ്പോഴാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. പുരുഷനായിട്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചത്. പ്രത്യേകിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സജിന ഒരു മുസ്ലിം ഫാമിലിയാണ്. സോ അതിൽ വളരെയധികം പ്രഷർ ഉണ്ടാവും ചെറുതിലെ തന്നെ മാരേജ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നും ഈ വിസിബിലിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അന്നൊന്നും ഈ കേരളത്തിൽ ഇതുപോലെ ഇറങ്ങി നിന്ന് സ്വന്തം വ്യക്തിത്വം വെളിപ്പെടുത്താൻ പോലും ഒരു സ്റ്റേജ് ഇല്ല. ഇന്ന് സജിനയ്ക്ക് ആ സ്റ്റേജ് ഉള്ളത് കൊണ്ടാണ് അവിടെ നിന്ന് അവളുടെ ആ ഒരു ഓപ്പൺ മൈൻഡിൽ അവൾ വന്ന് ബിരിയാണി വിറ്റ് സമൂഹത്തിന് മുമ്പിൽ ട്രാൻസായി ജീവിക്കാൻ നോക്കിയത്, ട്രാൻസായി ജീവിക്കുന്നത് ഇപ്പോഴും. ഇന്ന് സത്യം പറഞ്ഞാൽ വളരെ വിഷമമുണ്ട് ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ ഓരോന്ന് കാണുമ്പോൾ തന്നെ. എന്നിട്ട് അതിനെ വെറുതെ വിടുന്നില്ല, അതിനെ പിന്നെയും ചൂന്ന് അതിനെ സത്യം പറഞ്ഞാൽ കൊന്ന് തിന്നാനാണോ നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്? നിങ്ങളും ഒരു മനുഷ്യനായിട്ട് ചിന്തിച്ചുകൂടെ? അല്ലെങ്കിൽ ഒരു സാമൂഹിക അല്ലെങ്കിൽ മനുഷ്യ സ്നേഹം എന്ന് പറയുന്ന ഒരു സംഭവം മനുഷ്യനുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും അപഹാസ്യങ്ങളൊക്കെ ചെയ്തിട്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരു ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞിട്ട് ഈ വിഷയം ഉണ്ടാക്കിയ വ്യക്തികൾ തന്നെ ഒരു ഫോട്ടോ ഇട്ട് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ യൂട്യൂബിലോ ഒക്കെ സ്റ്റാറ്റസുകൾ വിട്ട് അതങ്ങ് ഒഴിവാക്കും. അവർക്കും ആഗ്രഹങ്ങളും അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ്. ചിലപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് വന്നിരിക്കാം. ഞാൻ പോലും ഒരു തെറ്റ് ചെയ്യാത്ത വ്യക്തിയല്ല, എന്റെ ഭാഗത്തുനിന്ന് പല തെറ്റുകളും ഉണ്ടായിട്ടുണ്ട്. നമ്മളൊക്കെ മനുഷ്യരല്ലേ? മനുഷ്യരെന്ന് പറയുന്നത് എന്താണ്? തെറ്റും കുറ്റവും പൊറുക്കാൻ കഴിയുന്നതാണ് മനുഷ്യരെന്ന് പറയുന്നത്. നിങ്ങൾക്കൊക്കെ എന്താണ് ഇത്രയും കേരളത്തിൽ ഇത്രയും പഠിപ്പും പാണ്ഡിത്യവും ഒക്കെ ഉള്ള ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ഉള്ള വ്യക്തികളാണ് കേരളത്തിലുള്ളതെന്ന് പറയുന്നത്.
എന്തിനാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്? സജിനെ കല്യാണം കഴിച്ച ഒരു സ്ത്രീയോട് കൂടെ ജീവിച്ചത് തെറ്റാണെങ്കിൽ ഇന്നും ട്രാൻസ്മെൻസിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്നവരെ കുറ്റപ്പെടുത്തണമല്ലോ. നമ്മൾ ഒറ്റയടക്കം കുറ്റപ്പെടുത്തണമല്ലോ. തീർച്ചയായിട്ടും അവൻ എന്ത് സർജറി ചെയ്തു, അവർക്ക് എന്തിരിക്കുന്നു എന്ന് നമ്മൾ പലതും ചോദിക്കേണ്ടിയിരിക്കുന്നല്ലോ. സജിന ഒരു സ്ത്രീയുടെ കൂടെയാണ് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ അങ്ങനെ കല്യാണം കഴിച്ചു എന്നുള്ളത് തെറ്റായിരുന്നെങ്കിൽ ഇന്ന് എത്ര ട്രാൻസ്മെൻസ്. എനിക്ക് ട്രാൻസ്മെൻസിന് വളരെ ബഹുമാനവും വളരെ സ്നേഹമുള്ളത്. കാരണം എന്റെ സഹോദരങ്ങൾ തന്നെ പലരും ട്രാൻസ്മെൻസ് ആണ്. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അവരോട് ബഹുമാനമാണ്. പക്ഷെ ഒരിക്കലും എനിക്ക് അവരോട് ഒരു വേറൊരു അപ്രോച്ച്മെന്റ് തോന്നിയിട്ടില്ല. കാരണം ഞാനൊരു പൂർണ്ണ സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാവാം. ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ ഞാൻ ആഗ്രഹിച്ചതോ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളോ അല്ല ഞാനിവിടെ പറയുന്നത്. ഈ ഒരു സിറ്റുവേഷനും ഈ കാര്യങ്ങളും ഇതിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് വഴി വെച്ചത് ഇതുപോലുള്ള കുറെ കീടങ്ങളാണ്. ഇതുപോലുള്ള വഴി വെച്ചത് അവർക്ക് എങ്ങനെ കേടാണ്. അവർക്ക് ചീപ്പ് പബ്ലിസിറ്റി വേണമെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കൂടുതലുള്ള ഒരു കമ്മ്യൂണിറ്റി കൊലയ്ക്ക് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് പബ്ലിസിറ്റി കിട്ടാനാണ്? ഒരു കുറ്റം അങ്ങനെ നോക്കുന്നെങ്കിൽ നിങ്ങളൊക്കെ കൂടെ പാർട്ണറായിട്ട് ഇരിക്കുന്നവരെ നമ്മൾ ചൂന്ന് നോക്കി എന്തെല്ലാം വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഈ സമൂഹത്തിന് മുമ്പിൽ. നിങ്ങളുടെ മണിയറയിൽ എന്താണ് നടക്കുന്നതെന്ന് പുറമേ പറയേണ്ട കാര്യമുണ്ടോ? അപ്പം എല്ലായിടത്തും അവര് ചെയ്യുന്നതെല്ലാം ശരിയാണ്. ആ കുട്ടി ഒരു പെൺകുട്ടി കെട്ടിപ്പോയി ഇപ്പൊ ആ എവിടെ നിന്നുള്ള ആ ഭാര്യയെ കൊണ്ടുവന്ന ഒരു ഇന്റർവ്യൂ, ഇതുവരെയ്ക്കും ഇല്ലാത്ത ഒരു ഇന്റർവ്യൂ കൊണ്ടുവന്ന് അങ്ങ് പോസ്റ്റ് ചെയ്യുന്നു. ഇത്രയും കാലം സജിന ടിക്ടോക്കിലും യൂട്യൂബിലും അതിലും ഇതിലും ഒക്കെ ചെയ്തു കിടന്നപ്പോഴത്തേക്കും സജിനയുടെ ഭാര്യ വന്നില്ല. സജിനയുടെ ഭാര്യ പത്തായത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ സജിനയുടെ ഭാര്യ പൊട്ടി പുറപ്പെട്ട് ഇങ്ങനെ മുളച്ചിങ്ങനെ വന്ന് സജിനയുടെ ഭാര്യ ആരുടെ പ്രഷർ കേട്ടിട്ടാണ് ഇപ്പൊ ഈ ഉടനെ തന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ ഈ സജിന വെളിപ്പെടുത്തിയത് അന്നേ ഒരു വീഡിയോയിലോ ചാനലിലോ വന്ന് സജിനയുടെ ഭാര്യയ്ക്ക് വെളിപ്പെടുത്താലോ എനിക്ക് ഇങ്ങനെ പ്രോബ്ലംസ് ഉണ്ടെന്ന്. ഇന്ന് ഈ ഒരു പ്രശ്നങ്ങളും അവളുടെ ആ മരണക്കിടക്കയിൽ നിൽക്കുമ്പോൾ മാത്രം അവർക്ക് വന്ന് പുറമേ നിന്ന് ഈ അട്ടഹാസവും ഈ പറഞ്ഞ പോലെ കരിവാരി തേക്കലും എല്ലാം നടത്തുള്ളൂ. കാരണം അവിടെ അവളുടെ ഐഡന്റിറ്റിയെ ചോദ്യപ്പെടുത്തണം. ഇനി ഒരിക്കലും അവളുടെ ബിസിനസ് മുമ്പോട്ട് പോകരുത്. ജനങ്ങൾ ഒരിക്കലും അവൾ ചെയ്യുന്ന കച്ചവടത്തിൽ നിന്ന് ഒരു ബിരിയാണി പോലും വാങ്ങിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവര്. ബിരിയാണി അവള് ഫ്രീ ആയിട്ട് കൊടുത്താൽ തന്നെ ഈ ആൾക്കാർ വാങ്ങോ? ഇതുപോലെയൊക്കെ ഒരാളുടെ ജീവിതം നശിപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? വളരെ മോശമായ കാര്യങ്ങൾ. സമ്മതിക്കണം ഇതുപോലെയുള്ള ആൾക്കാരെ. നിങ്ങളൊക്കെ കഴിക്കുന്ന ചോറ് തന്നെയാണോ എന്നാണ് എനിക്കിപ്പോ തോന്നിപ്പോകുന്നത്. നിങ്ങൾ ചോറ് തന്നെയാണോ കഴിക്കുന്നത്? നിങ്ങളൊക്കെ എന്ത് മനുഷ്യരാണ്? നമ്മൾ മനുഷ്യരെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യരെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടത്. അല്ലാതെ മരിച്ച് പട്ടടെ കിടക്കുമ്പോൾ അല്ല ചെയ്തു കൊടുക്കേണ്ടത്. AC റൂമിൽ AC കാറിലും 24 മണിക്കൂറും ടച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു നിമിഷം കൊണ്ട് വെയിലത്ത് നിന്ന് ഇത്ര ബിരിയാണി വിൽക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? ആരെങ്കിലും ചെയ്യോ? ഞാൻ പോലും ഒരു 10 മിനിറ്റ് ഈ പൊരി വെയിലത്ത് പോയി നിൽക്കത്തില്ലല്ലോ. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി വിൽക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അവർക്കൊരു പിടിവെള്ള കെട്ടി ആരൊക്കെയോ ചേർന്ന് രണ്ടാമത്തെ വീഡിയോ ഒരു ബുദ്ധിമോശം പോലെ സംഭവിച്ചു പോയി. നമ്മൾ മനുഷ്യരല്ലേ? നമുക്ക് മനുഷ്യത്വം ഇല്ലേ? നമുക്ക് അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ഇല്ലേ? പിന്നെ നിങ്ങൾക്കുള്ള കുറ്റം എന്താണ്? ഒരു ട്രാൻസ് ആയിട്ട് ജനിച്ചു പോയതാണോ? പലരും കമന്റുകൾ കണ്ട് ശിഖണ്ഡികള് 9കള് ഇവനൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണ്, അവിടെ പോയി നോക്കണം ഇവിടെ പോയി കാര്യം പറയട്ടെ. ട്രാൻസ് എന്ന് പറയുന്ന വ്യക്തികൾക്ക് ഒരു പെണ്ണുങ്ങളെയും പീഡിപ്പിച്ച് ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഒരു കേസിലും അങ്ങനെ വന്നിട്ടില്ല. അത് മനസ്സിലാക്കണം. അവരവരുടെ ജീവിതം സക്സസ്ഫുൾ ആവില്ല. ഒരു പെണ്ണോടൊപ്പം സക്സസ്ഫുൾ ആവില്ല എന്ന് കണ്ടിട്ടാണ് അവർ ജീവിതം ഉപേക്ഷിച്ച് ഡിവോഴ്സിന് കൊടുത്തിട്ട് അവരുടെ ജീവിതം തേടിപ്പോയത്. അങ്ങനെ നോക്കുന്ന ഇത്രയും പരിഹാസങ്ങൾ നമ്മളെ പറയുമ്പോൾ നമ്മൾ തിരിഞ്ഞു നിന്ന് സ്ത്രീകളോടും പുരുഷന്മാരോടും എന്തെല്ലാം ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കണം. കല്യാണം കഴിച്ചിട്ട് 10 ദിവസം ആവുന്നതിന് മുമ്പേ ഗൾഫിൽ ഇരിക്കുന്ന ഭർത്താവിനെ വഞ്ചിക്കുന്ന സ്ത്രീകളുണ്ട്. അവരെന്ത് പറയും? കൂടെ ഭാര്യ ഇരിക്കവേ 10,000 ഭാര്യമാരെ വെച്ചുകൊണ്ടിരിക്കുന്ന പുരുഷന്മാരുണ്ട്. അവരെന്ത് പറയും? എന്തായാലും ട്രാൻസ്ജെൻഡേഴ്സ് ആയ നമ്മൾ ഒരിക്കലും ഇമാതിരിയുള്ള പോക്രിത്തരങ്ങളൊന്നും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള വളരെ അന്തസ്സുള്ള വ്യക്തികളാണ് നമ്മൾ. ഈ ട്രാൻസുകൾ മോശക്കാരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവർക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നു. എത്ര സ്ത്രീകൾക്ക് കുട്ടികളുണ്ടാവാത്ത സ്ത്രീകളുണ്ട്? അവരെല്ലാം നിങ്ങൾ ആട്ടി ഓടിക്കുവോ? അല്ലെങ്കിൽ കിണറ്റിലിട്ട് മൂടുവോ? അല്ലെങ്കിൽ പുരുഷന്മാരുടെ കാരണത്താൽ കുട്ടികളുണ്ടാവാത്ത എത്രയോ പുരുഷന്മാരുണ്ട്. അവരെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യും? എന്ത് പേരിട്ട് വിളിക്കും? ഈ പറയുന്ന നിങ്ങൾ അവർക്ക് ഒരു പേരുണ്ടാക്കുന്നതാണ് എനിക്കിപ്പോ തോന്നുന്നത്. നിങ്ങൾ ഇപ്പൊ അവർക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള പേരുകൾ ഉണ്ടാക്കിയിട്ട് വിളിക്കും. പിന്നെ കള്ളം പറഞ്ഞ ആരും എവിടെ എങ്ങും എത്താൻ പോകുന്നില്ല. പല ആൾക്കാരും പലതും പറഞ്ഞു കിടക്കുന്നുണ്ട്. എനിക്ക് പല ആൾക്കാരോടും പല കാര്യത്തിനും മറുപടി പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പല അവസരങ്ങളും ഞാൻ സമൂഹത്തിലൂടെ ഇടപെടുന്ന വ്യക്തിയാണ്. അവിടെ ഞാൻ ഇതുപോലെ വർക്കിന് പോകുമ്പോഴത്തേക്ക് ഞാൻ ജനറൽ പീപ്പിളിന്റെ അടുത്തേക്ക് പോകുന്ന വ്യക്തിയാണ്. പല ആൾക്കാരോടും പല ചോദ്യങ്ങളും എന്നോട് ചോദിക്കാറുണ്ട്. ചേച്ചി അവരെങ്ങനെയാണോ അവരിങ്ങനെയാണോ അവരെപ്പോ പ്രസവിക്കോ എപ്പോ ഇതാവുമോ അല്ലെങ്കിൽ ഇപ്പൊ അവരിപ്പോ നിങ്ങളെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്ന ആരും ഇവിടെ ഒരു വിസിബിലിറ്റിയും ആരും ആരുടെ അമ്മ ഒന്നുമല്ല.
അവരൊക്കെ ഇപ്പം ഈ പുറമൂച്ച് വന്നപ്പോഴത്തേക്കും പൊട്ടി മുളച്ച ഓരോ പുതിയ ദേവതകൾ. അവരെ പറ്റി പറയാൻ ഇവിടെ എന്റെയൊക്കെ ജീവിതത്തിൽ എന്റെ 16ാമത്തെ വയസ്സിൽ ട്രിവാൻഡ്രം ജില്ലയിൽ ഈ പോരാട്ടങ്ങൾ പോരാടുമ്പോൾ എന്റെ കൊച്ചുപ്രായം, എനിക്ക് ഇന്ന് 27 വയസ്സുണ്ട്. എന്റെ 16ാമത്തെ വയസ്സിൽ ഞാൻ കൊടി പിടിച്ച് കണ്ട പോലീസിന്റെ ലാത്തിയടിയും കൊടി പിടിച്ച് നിൽക്കുമ്പോഴും ഒക്കെ പ്രൈഡിനും എല്ലാം പോയപ്പോഴും ഈ പറഞ്ഞ ഒരു പ്രമുഖരും ഉണ്ടായിരുന്നില്ല അന്ന് ഈ വിസിബിളിന് വേണ്ടി. ഇന്ന് ഇവിടെ ബില്ല് പാസ്സാക്കിയപ്പോൾ പോലും ഈ പറഞ്ഞ ഒരു വ്യക്തികളും ഉണ്ടായിരുന്നില്ല ഒന്ന് കൂടെ നിൽക്കാനോ നമ്മളെ കൂടെ നിൽക്കാൻ. അന്ന് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നു. എല്ലാ വിസിബിലിറ്റിയും വന്നപ്പോഴാണ് ട്രാൻസ് മെൻ എന്ന് പറയുന്ന ഒരു വിവാഹം പോലും പുറത്തിറങ്ങുന്നത്. അത്ര തന്നെ ഇവരൊക്കെ ഒരു വിസിബിലിറ്റി ഒരു കാര്യങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തവർ ഒരുപാട് പേര്. അത് ഇപ്പൊ ഞാനൊന്നും ഒരിക്കലും പബ്ലിക്കിൽ വന്ന് ഞാനാണ് ഫ്രീഡം വാങ്ങാൻ അന്ന് ഞാൻ വന്ന് നിന്നിട്ടുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവരല്ല. നമ്മൾക്ക് ഒതുങ്ങി ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ അതിനെ മുതലെടുത്തുകൊണ്ട് പല വ്യക്തികളും മുമ്പോട്ട് വരുന്നു, പല ഫണ്ടുകൾ വാങ്ങുന്നു, കുറെ ട്രാൻസ്മെൻസിനെ വെച്ച് ലക്ഷങ്ങളോളം ഫണ്ടുകൾ പിരിച്ച് വാങ്ങുന്നു. നമ്മൾ ഇതൊന്നും സത്യം പറഞ്ഞ് ചോദിക്കാനും പറയാനും പോലും പോയിട്ടില്ല. ഒരു സെക്കൻഡ് പറയട്ടെ. ഈ പരിവാർ സംഘം ഇതൊക്കെ ഒരു വ്യക്തിയുടെ ഒറ്റ കാരണം കൊണ്ട് ഈ കേരളത്തിലേക്ക് വന്ന കാര്യമാണ്. ഈ പരിവാർ എന്താണ്, അമ്മ മക്കള് ബന്ധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിലും ചെന്ന് പെട്ടതായിരുന്നു ഞങ്ങൾ എല്ലാവരും. അതിൽ ഈ അമ്മ എന്ന് പറയുന്ന വ്യക്തിയും അച്ഛൻ എന്ന് പറയുന്ന വ്യക്തിയും കുറേ അധികം പിഴിഞ്ഞ് പറ്റിച്ചതറിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഒറ്റ കെട്ടായെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവർ ഈ നാടൊക്കെ വിട്ട് പൊളിച്ചുകൊണ്ട് പോയത്. അവസാനം പറഞ്ഞു ഞങ്ങളാണ് കാരണക്കാരെന്നും പറഞ്ഞു. അത് ഞങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകളുണ്ട് അവരോട് ചോദിച്ചത്, നിങ്ങൾ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്ന് പറയാൻ കൊള്ളില്ലാത്ത വാക്കുകൾ തന്നെയാണ് അവരെ മുഖത്ത് നോക്കി ചോദിച്ചതും പറഞ്ഞതും ഒക്കെ. അതൊക്കെ ചൂഷണം നേരിട്ടിട്ടാണ്. ഞങ്ങളെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ ചൂഷണം നേരിട്ടിട്ടാണ്. ഇതുപോലുള്ളിടത്ത് ആരെങ്കിലും ഒന്ന് അമ്മയെന്നോ ചേച്ചിയെന്നോ ചേട്ടാന്നൊക്കെ വിളിക്കാൻ കിട്ടുമ്പോൾ അത്ര സ്നേഹത്തോടുകൂടി അവരോട് ചേർന്ന് നിൽക്കുന്നത്. അവിടുന്ന് ഇത് തന്നെയൊക്കെ ആകുമ്പോഴത്തേക്കും വളരെയധികം മോശമാണ്. പിന്നെ നിങ്ങൾക്ക് സൊസൈറ്റി ലേഡികൾക്കായിട്ട് ഒരു സംഘടനയൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് സൊസൈറ്റി ലേഡികൾ, നിങ്ങൾ സൊസൈറ്റി ലേഡികളെല്ലാം കൊടുക്കുക, അതിലിരുന്നോളൂ. എന്തിനാ വീണ്ടും പാവങ്ങളുടെ മെക്കിട്ട് കയറാൻ വേണ്ടി വരുന്നത്? ആ കുട്ടി എങ്ങനെ എന്നാലും ജീവിച്ചോട്ടെ. ആ കുട്ടി വേറൊരു തെറ്റിനും അല്ല പോകുന്നത്. സ്വന്തം അധ്വാനത്തിന്റെ പുറത്ത് വെയിൽ കൊണ്ട് ബിരിയാണി വിറ്റാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ആരുടെ കയ്യിൽ നിന്നും. പിന്നെ സജന എന്നാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞ് ആരടുത്താണ് അഭ്യർത്ഥിച്ചോണ്ട് പോയത്? തനിക്ക് വന്നൊരു ഇൻസിഡന്റ് ലൈവിൽ വന്ന് പറഞ്ഞു. അതായത് ആരോടും വന്നിട്ട് എനിക്ക് ഇന്നത് താന്ന് പറഞ്ഞ് ആരടുത്തും കെഞ്ചിയോ അപേക്ഷിച്ചോ അല്ലെങ്കിൽ ഇങ്ങോട്ട് വേണമെന്നും പറഞ്ഞ് ഒരിടത്ത് പോലും പോയില്ല. അവർക്ക് വന്ന ഇൻസിഡന്റ് അവൾ ലൈവിൽ പറഞ്ഞു. അതിപ്പോ ഞാനായിരുന്നാലും ആരായിരുന്നാലും പറഞ്ഞു. പിന്നെ തീർത്ഥയ്ക്ക് വന്നതാണ്. തീർത്ഥ ആരുടെ സ്റ്റാഫാണ്? സജിനയുടെ സ്റ്റാഫാണ്. സജിനയുടെ സ്റ്റാഫാണ്. ഇപ്പൊ സീമയും ഞാനും ഇരിക്കുന്നത്. എനിക്കൊരു പ്രോബ്ലം സീമയുടെ കൂടെ നിന്നിട്ട് വരുമ്പോൾ സീമ ഇടപെടുന്നത് സ്വാഭാവികമാണ്. അതുപോലെ അവൾ ഇടപെട്ടു. അതിന് ഈ പറഞ്ഞതുപോലെ വളച്ചൊടിച്ച് അതുപോലെ തന്നെ അതിൽ കുറെ ഡബ്ബിങ് കട്ട് ചെയ്ത് കയറ്റി സമൂഹ മാധ്യമത്തിലിട്ട് ആ കുട്ടിയെ എന്തുമാത്രം പറഞ്ഞു. ഇനി ആ കുട്ടി എങ്ങനെ റിക്കവർ ചെയ്ത് ഈ ഇത്രയും വിസിബിലിറ്റി. ഒന്നാമത് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുമ്പോൾ പുറത്തിറങ്ങി വിൽക്കുന്ന ഒരു ഇത് കാണുമ്പോഴേ വാങ്ങാനോ അറപ്പോ വെറുപ്പോ ഉള്ള ഇന്നും ജനങ്ങളുണ്ട്. അവരെയൊക്കെ മനസ്സിലാക്കി തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് പിന്നെയും കാർക്കിച്ച് തുപ്പാൻ വേണ്ടിയിട്ട് ഓരോ അവസരങ്ങൾ നമ്മളെ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ല, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കൂ, നിങ്ങളൊന്നും ചെയ്യണ്ട. ആ കുട്ടി ജീവിക്കട്ടെ. ആ കുട്ടിക്ക് ആവശ്യപ്പെട്ടത് ആ കുട്ടി അർഹതപ്പെട്ടവരിൽ നിന്ന് വാങ്ങിച്ച് എങ്ങനെയായാലും ജീവിക്കട്ടെ. നിങ്ങൾ ആരെയും 10,000 നിന്നും എടുത്തിട്ടല്ലല്ലോ ആ കുട്ടി ഇത്രത്തോളം എത്തിയത്. ഇന്ന് സജന എന്ന് പറഞ്ഞ വ്യക്തി ആ ബിരിയാണി കച്ചവടം തുടങ്ങിയത് പോലും നിങ്ങൾ ആരെയും കണ്ടിട്ടല്ലല്ലോ. സ്വന്തമായി ഒറ്റയ്ക്ക് പ്രയത്നിച്ചല്ലേ ആ കുട്ടി ഇതുവരെ ഈ സ്റ്റേജിൽ വരെ എത്തിയത്. നിങ്ങൾ ആരെയും ഒന്നും കൊടുത്തിട്ടോ പറക്കിയിട്ടോ ഒന്നല്ലോ. നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ തന്നെ പിന്നെ സജിന നിനക്ക് നിന്റെ ചെലവിന് വേണ്ടി ഇത്രയെങ്കിലും വയ്യെന്ന് പറഞ്ഞു ഇതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവിടെ ചെയ്തൊരു വീഡിയോ എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സഹായം കിട്ടും, അങ്ങനെ ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഒരു വീടാവും എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ചെയ്തു. അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. അതിന്റെ ഒരു ഇത് നമ്മൾ അങ്ങനെ കരുതിയാൽ പോലെ. ഇതിനേക്കാളും വലിയ ആൾക്കാർ നമ്മൾ തന്നെ വോട്ടിട്ട് ജയിപ്പിക്കുന്ന എത്രയോ ആൾക്കാർ നമുക്കെതിരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മളൊക്കെ ഈ ടാക്സ് കിട്ടുന്ന പണം എത്രയോ കട്ട് മുടിക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്താ നിങ്ങൾ പ്രതികരിക്കാത്തത്? ഇവരോടൊക്കെ എന്താ പറയാത്തത്? പിന്നെ വിവാഹം കഴിക്കുന്നത് വലിയൊരു തെറ്റായിട്ട് എടുത്ത് ട്രാൻസ്ജെൻഡേഴ്സ് വിവാഹം കഴിച്ചു. അവരുടെ ഭാര്യ വന്നിപ്പോ ലൈവില് അങ്ങനെ നോക്കണമെങ്കിൽ സ്ത്രീയും പുരുഷനും എത്ര വിവാഹങ്ങൾ കഴിക്കുന്നു? എന്തായാലും സജിന ഒരു വിവാഹമേ കഴിച്ചിട്ടുള്ളൂ. 10,000 വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അവൾക്ക് ആ ജീവിതമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കഴിയില്ല എന്ന് തോന്നി അവളുടെ ജെൻഡറും സ്വത്വവും തിരിച്ചറിഞ്ഞ ഒരു ട്രാൻസ് വ്യക്തിയായി. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ ട്രാൻസ് എന്ന് പറഞ്ഞാൽ കല്യാണമൊന്നും കഴിക്കാത്തവരായിരിക്കണം, അങ്ങനെയൊന്നുമില്ല. നമ്മളാണ് ഡിക്ലെയർ ചെയ്യുന്നത് നമ്മുടെ ജെൻഡർ എന്താണ്, നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത്. അതിപ്പോ നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, നിങ്ങൾ ആരുമല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ പറയണം എന്റെ ജെൻഡർ എന്താണെന്നുള്ളത്.
വളരെയധികം മോശമാണ്. മനുഷ്യനായ മനുഷ്യത്വം വേണം, മനുഷ്യത്തോടൊരു പെരുമാറാൻ പഠിക്കണം. ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മൾ ആ മനുഷ്യന് ഒരു തുള്ളി വെള്ളം കൊടുക്കേണ്ടത്, അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് അവരെ മുഖത്ത് ഒഴിച്ചു കൊടുക്കുകയല്ല വേണ്ടത്. എന്തിനാണ് നിങ്ങൾക്ക് എന്ത് നേട്ടമാണ് പിന്നെ ഒരു കരിങ്കൊടി കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് ഒരു കാര്യമില്ല. അതിന് മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക. ആ കുട്ടിക്ക് അത്രമാത്രം ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ആ കുട്ടി ഈ ഒരു ന്യൂസും കൂടെ കാണുമ്പോൾ ആ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തുമാത്രത്തോളം ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ ട്രാൻസ് ആയിട്ട് ഒരിക്കലും സാറ്റിസ്ഫൈഡിലല്ല ഒരു വിവാഹം ചിലപ്പോൾ കഴിച്ചു വരുന്നത്. അവർക്ക് ഒരിക്കലും തൃപ്തികരായിരിക്കില്ല. വീട്ടുകാരുടെ പ്രഷർ ആയിരിക്കാം, ചിലപ്പോൾ പെങ്ങളെ കെട്ടിച്ചു വിടാനുള്ള പ്രഷർ ആയിരിക്കാം. വീട്ടിൽ ഇങ്ങനെ ഉള്ളതുകൊണ്ട് പെങ്ങളെ കെട്ടിച്ചുകൊണ്ട് പോകത്തില്ല, അതുകൊണ്ട് നീ ഇത്രയും കാലം ആണായിട്ട് തന്നെ ജീവിക്കണം, നീ കല്യാണം കഴിച്ചാൽ അവർക്കൊരു ജീവിതം ഉണ്ടാവും പെങ്ങൾക്ക്. അതുകൊണ്ട് സ്വയം ഇഷ്ടമല്ലാത്ത വിവാഹങ്ങൾക്ക് തലവെച്ച് കൊടുത്ത എത്ര ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്. പല ആൾക്കാരും ഇപ്പോഴും വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം വിവാഹം കഴിച്ചിട്ട് അതിൽ നിന്ന് ഊരി പോവാൻ കഴിയാതെ അവരുടെ സ്വന്തം സത്വവും ജെൻഡറും ഒക്കെ അടക്കി പിടിച്ച് ഉള്ളി കഴിഞ്ഞ് വീർപ്പ് മുട്ടുന്ന എത്രയോ ആൾക്കാരുണ്ട്. അവരൊക്കെ സന്തോഷിക്കുന്നത് നമ്മളിടയിൽ വരുമ്പോഴാണ് ഒന്ന് സന്തോഷിക്കുന്നത്. അവര് നമ്മളോട് ഇടപെടുമ്പോഴാണ് തന്റെ ജെൻഡർ മനസ്സിലാക്കി അവരൊന്ന് സന്തോഷിക്കുന്നത്. അതുവരെ മസലും പിടിച്ച് മീശയും വെച്ച് അവർ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ത്യാഗമാണ്. എത്ര ആണ് പെണ്ണുങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുന്നെങ്കിൽ ട്രാൻസിന് സത്യം പറഞ്ഞ അവരെയൊക്കെ മനസ്സിന് അത്രമാത്രം കട്ടിയും ബലവും ഉണ്ടതുകൊണ്ടല്ലേ അവരിന്നും ജീവിച്ച് പിടിച്ചും പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമൂഹം എന്നെ നമ്മൾ അടിച്ച് കുഴി തോണ്ടി പൊതിച്ച് അടച്ചേനെ. ജീവിക്കൂ, നിങ്ങൾ ഓരോരുത്തരും ജീവിക്കൂ, മനുഷ്യരായിട്ട് ജീവിക്കൂ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും സജനയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സജനയുടെ പേരിന് കേസ് കൊടുക്കൂ, എന്നിട്ട് സജനയിൽ കൊടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു മേടിക്കൂ. അല്ലാതെ മനുഷ്യന് ഒരാളുടെ ജെൻഡറിന്റെ ഒരാളുടെ ശരീരപ്രകൃതിയൊക്കെ അധിക്ഷേപിക്കുന്നതിലല്ല കാര്യം. എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് അതിൽ കിട്ടുന്നത്? നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്കിൽ പിന്നെ ഈ പറയുന്നേ നോക്കുന്നേ വരുന്ന ആൾക്കാരുടെ എല്ലാം അച്ഛന് ഒറിജിനൽ ആണോ എന്ന് അറിയാൻ വേണ്ടി നമുക്ക് DNA ടെസ്റ്റ് നടത്തേണ്ടി വരും ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ. അങ്ങനെയെങ്കിൽ നമ്മൾ അന്വേഷിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. വളരെയധികം എന്ത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് നിങ്ങളൊക്കെ ഓരോരുത്തർ പറഞ്ഞ് എഴുതി വിടുന്നത്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അതാണ്, ഇതാണ്, മാങ്ങയാണ്, ചക്കയാണ്. വളരെയധികം മോശമാണ്, വളരെയധികം മോശമാണ്. നമ്മൾ സഹായിച്ചില്ലേലും ഉപദ്രവിച്ചില്ലേലും ഒരു മനുഷ്യനെ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക. അതാണ് ഏറ്റവും വലിയ നല്ലൊരു നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദ്രോഹിക്കാതിരിക്കുക. നിങ്ങൾ ശരിക്കും ഒരാൾ വീഡിയോ കണ്ട് നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്കൊന്നും കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൊടുക്കാതിരുന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒന്നും കൊടുക്കരുതായിരുന്നു. പിന്നെ ലക്ഷങ്ങളൊന്നും വന്നിട്ടില്ല, 10,000, 16,000, 20,000 എന്നാണ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത്. അതൊക്കെ കൊടുത്തവർ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ തിരിച്ചു വാങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കേസിന് പോവുക. അല്ലെങ്കിൽ ആ കുട്ടി ഇത്രയും സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്ത് ആ കുട്ടി ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടും ഈ നിമിഷം പോലും ആ കുട്ടിയെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. അതാണ് ഇതിലും ദയനീയ. ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെ ഈ പറയുന്ന ഇൻഹാനി ആരോഹിക്ക് എന്താണ് കുഴപ്പമെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവൾക്ക് എന്താണ് അസുഖമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ആ കുട്ടിയുടെ പിന്നാലെ നടന്ന് സജിനെ പാഠം പഠിപ്പിക്കും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത് ചെയ്യും, ഇത് ചെയ്യും, അങ്ങനെ ചെയ്യും. എന്താണ്? ഒന്ന് തട്ടി വീണ് കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ തലയിൽ ഒരു തേങ്ങ വീണാൽ മതി, തീർന്നു പോകും ജീവിതം. അർഹതപ്പെട്ടവർക്ക് വാങ്ങിച്ചു കൊടുക്കണം, അർഹതപ്പെട്ടവർക്ക് മാത്രമേ എല്ലാം കിട്ടൂ. അർഹതപ്പെട്ടവരെന്ന് പറയുന്നത് ഈ പറഞ്ഞ പ്രമുഖരുടെ കൂടെ നിൽക്കുന്നവർ മാത്രമല്ല അർഹതപ്പെട്ടവര്. ഈ താഴെക്കിടയിൽ കിടക്കുന്ന കുറെ പാവപ്പെട്ട ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, അവര് അർഹതപ്പെട്ടവരാണ്. നിങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് എന്ത് സഹായം ചെയ്തോ, നിങ്ങൾ എന്ത് വേണോ ചെയ്തോ, അതാരും ചോദ്യം ചെയ്യാൻ വരുന്നില്ല. നിങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് എന്തൊക്കെ സഹായം ചെയ്യുന്നു എന്ന് ആരും ചോദിക്കാൻ വരുന്നില്ല. പക്ഷേ താഴെക്കടയിൽ കിടക്കുന്ന ഒരു കുട്ടിക്ക് എന്തെങ്കിലും സഹായം കിട്ടുമ്പോൾ ഉടനെ കൊടിയും പിടിച്ച് അതും കൂടെ വേണമെന്ന് പറയുന്നത് വളരെ തെണ്ടിത്തരമാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന സൊസൈറ്റി ലേഡീസുകളുടെ സംഘടന ഉണ്ടല്ലോ, ഈ കൊറോണ സമയത്ത് ഈ സൊസൈറ്റി ലേഡീസിന്റെ സംഘടനയിൽപ്പെട്ടവർക്കല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പുറത്തുള്ള ആൾക്കാർക്ക് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും കൂടെ കൂട്ടം ചേർന്ന് വട്ടമിട്ട് അങ്ങ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഭയങ്കര തല തന്നെയാണ് നിങ്ങളെയൊക്കെ. ശരി, ഒരാളെ എങ്ങനെ നശിപ്പിക്കാം, ഒരാളെ എങ്ങനെ വളർത്താം, തളർത്താം എന്നൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. മാനസികമായിട്ട് മനുഷ്യനായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കും. ഇത്രേ പറയാനുള്ളൂ എനിക്ക്. എന്റെ ഇതിൽ കൊണ്ടുവന്ന് ആരും അവര് കല്യാണം കഴിച്ചതാണ്, അവർക്ക് കുട്ടിയുണ്ട്, അവർക്ക് അവിഹിതം ഉണ്ടെന്ന് പറഞ്ഞ ലിങ്കുകളൊന്നും കൊണ്ടുവന്ന് ആരും ഇടണ്ട. എനിക്കറിയാം കമ്മ്യൂണിറ്റിയിലുള്ളവർ എന്താണ്, എങ്ങനെയാണ്, അവർക്ക് പെണ്ണ് കെട്ടിയതാണോ, പെണ്ണ് കെട്ടാത്തതാണോ, അല്ലെങ്കിൽ ഭർത്താവ് ഉള്ളതാണോ, ഭർത്താവ് ഇല്ലാത്തതാണോ, അവർക്ക് എത്രയൊക്കെ അവിഹിതങ്ങൾ ഉണ്ടെന്നെല്ലാം എനിക്കറിയാം. എനിക്ക് എത്ര ഉണ്ടെന്നും ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. എനിക്കിതൊന്നും കാണേണ്ട കേൾക്കേണ്ട ആവശ്യമില്ല. തെറ്റ് കണ്ട് പറഞ്ഞു. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും വിമർശിക്കാനോ ഒന്നുമല്ല. നമ്മളായിട്ടിരിക്കുക. ദൈവം ഇത് ആരും ഉപദ്രവിക്കാൻ പോകരുത്.
സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് നമുക്ക് എന്തും വിളിച്ചു പറയാം, എന്തും പറയാം. പക്ഷെ ഇത് കാണുന്ന ആൾക്കാര് എന്താ പറയാ, ഈ കാണുന്ന ആൾക്കാരാണ് വീണ്ടും വീണ്ടും അത് കേട്ടിട്ട് ഇതാണ് സംഭവം എന്ന് പറഞ്ഞിട്ട് വേറൊരു തരത്തിൽ പറയുന്നത്. ഒന്ന് മനസ്സിലാക്കി ചിന്തിച്ച് നിങ്ങൾ ഇതൊന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യൂട്ടോ ദയവായി. ഇത് എന്റെ ലൈവ് കാണുന്ന ആൾക്കാരെങ്കിലും ദയവ് ചെയ്തിട്ട് ഒരു വ്യക്തികളുടെയും, ഇപ്പൊ സജിനെ എന്നല്ല യാതൊരു വ്യക്തികളുടെയും ഇതിൽ പോയിട്ട് മോശം കമന്റുകളൊന്നും ഇടരുത്. ചിലപ്പോൾ നമ്മുടെ ഒരു മോശം കമന്റോ ഹേർട്ട് ചെയ്യുന്ന വാക്കുകളോ ആയിരിക്കാം അവരുടെ ജീവിതം പൊലിഞ്ഞു പോകാനുള്ള ഏറ്റവും വലിയ കാരണം. സൈബർ ബുള്ളിങ് എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു കാര്യമാണ്. ദയവായിട്ട് ചിന്തിക്കുന്നു. തീർച്ചയായിട്ടും ഒരു അടി തന്നാൽ നമുക്ക് ആ വേദന വരെ കാണത്തുള്ളൂ. ചില വാക്കുകൾ സത്യം പറഞ്ഞ മരണം വരയ്ക്കും അത് നിങ്ങളെ പിന്തുടരും. കാരണം മനസ്സെന്ന് പറയുന്നത് അങ്ങനെ ഒരു സംഭവമാണ്, അറിയാലോ. നമ്മളെ വാക്കുകൊണ്ട് നാക്കുകൊണ്ട് പറഞ്ഞു പോയാൽ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയുള്ള ഈ പറഞ്ഞതുപോലെ സജനയ്ക്കെതിരെ വരുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ എതിരെ വരുന്ന പല പല പോസ്റ്റുകളും ഉണ്ട്. അതിന്റെ ഇടയിൽ ചെന്ന് ദയവ് ചെയ്ത് നിങ്ങൾ എന്താണ് ഇന്ന് സത്യാവസ്ഥ നിങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം സമൂഹം എന്ന് പറയുന്നത് എല്ലാവരും ഒത്തു കാണുക, ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ലൈവില് ഒരിക്കലും സീമയുടെ കൂടെ വരണമെന്ന് ആഗ്രഹിച്ചതോ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഞാൻ അങ്ങനെ വന്നിട്ടുമില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ വന്നത്. പക്ഷെ ആ കുട്ടിയുടെ അവസ്ഥ, അതായത് ആ മരണത്തിൽ കിടക്കുന്ന ആ ഒരു സമയത്ത് പോലും ആ കുട്ടിയെ വെറുതെ വിടാതെ പോസ്റ്റുകളും ഇട്ട് വളരെ മൃഗീയമായിട്ട് അത്രമാത്രം ആ കുട്ടി ഇപ്പൊ ആ പോസ്റ്റും കൂടെ കാണുന്നെങ്കിൽ മാനസികമായിട്ട് എന്തുമാത്രം തളരുമെന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ആ കുട്ടിക്ക് ഇത് കഴിഞ്ഞാലും സമൂഹത്തെ ഇറങ്ങി ജീവിക്കേണ്ടതാണ്. ആ കുട്ടിയുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്ക്. ആ കുട്ടിയുടെ ജീവനെങ്കിലും തിരിച്ചു കിട്ടിയല്ലോ എന്ന്. ഞാനൊരു കാര്യം നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ബെൻസ് കാറോ പട്ടുമെത്തയോ അല്ലെങ്കിൽ വലിയ മാണിയാറ് വീടോ ഇതൊന്നും ആർക്കും കൊടുക്കണ്ട. ഇതുപോലെ ഒരു പറ്റം കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഒരു സമൂഹമുണ്ട്, അവരൊന്നും പറയാണ്ടിരുന്നാൽ മതി. നിങ്ങളെ ഈ തിരുവാ തുറന്നിങ്ങനെ ഒന്നും അനാവശ്യങ്ങളൊന്നും പറയാണ്ടിരുന്നാൽ മതി കേട്ടോ. എനിവേ ശരി, എന്നാല് നന്ദിയുണ്ട് എല്ലാവരോടും, വളരെയധികം നന്ദിയുണ്ട്. എന്നോട് പല ആൾക്കാരും വളരെ മോശം കമന്റ് എഴുതിയോടും നല്ലത് എഴുതിയവരോടും ഒക്കെ നന്ദിയുണ്ട്. എല്ലാവരും ഒന്ന് ഇരുത്തി ചിന്തിക്കുക. ഹൂ ഐ ആം, ഹൂ ഐ വാസ്. ബൈ.